ഇതിനപ്പുറത്തേക്ക് ഒരു റിവ്യൂ ഇല്ല, ഒരു വിശകലനവും ഇല്ല. ഇപ്പോൾ ഇന്നലത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനൽ ആദ്യപാദ മത്സരം PSG വേഴ്സസ് ബയേൺ മ്യൂണിക്ക് പോരാട്ടം, എത്ര റിവ്യൂകൾ സോ കോൾഡ് എക്സ്പേർട്സ് പറയുന്നത് നമ്മൾ കേട്ടു. എന്നാൽ ഇതിനേക്കാൾ ഈ ഒറ്റ വാചകത്തിൽ ലൂയിസ് എൻട്രിക്ക് പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു റിവ്യൂ ഇല്ലടോ. ഇതൊന്ന് കേട്ടു നോക്ക്. അദ്ദേഹം കളിക്ക് ശേഷം പറഞ്ഞ വാക്കുകൾ: വി ഡിസേർവ്ഡ് ടു വിൻ, ടു ഡ്രോ ആൻഡ് ഈവൻ ടു ലൂസ് ദിസ് ഗെയിം. അതിലുണ്ട് എല്ലാം. 5-4 5-2 മുന്നിൽ നിന്ന് PSG ആണ്. പിന്നെ വർദ്ധിത വീരത്തോടു കൂടി 5-4 ആക്കിയിട്ട് വാ അലിയൻസ് അരീനയിൽ ബാക്കി കളിക്കാമെന്ന് വിൻസെൻ്റ് കൊമ്പനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ കളിയുടെ ലെവൽ വേറെയായിരുന്നു. എൻട്രിക്കയുടെ ഈ വാക്കുകളിൽ കൃത്യമായ വിശകലനമുണ്ട്. ഞങ്ങൾ ഈ കളി വിജയം അർഹിച്ചിരുന്നു. സമനിലയാണോ? അതും ഞങ്ങൾ അർഹിച്ചിരുന്നു. തോൽവിയാണോ സംഭവിച്ചത്? അതും ഞങ്ങൾ അർഹിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ എന്തും എപ്പോഴും സംഭവിക്കാവുന്ന തരത്തിൽ 2 ടോപ്പ് ക്ലാസ് ടീമുകൾ ഹൈ ക്വാളിറ്റി ഫുട്ബോൾ കളിച്ച ഒരു കളിയാണ് കടന്നുപോയത്. ലൂയിസ് എൻട്രിക്കെ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ കോച്ചായിട്ട് കുറേ കാലമായല്ലോ തുടങ്ങിയിട്ട്, അതിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഗെയിമാണിത്. ഇറ്റ്സ് ബീൻ ദി ബെസ്റ്റ് മാച്ച് ഐ ഹാവ് ബീൻ ആസ് എ മാനേജർ, നോ ഡൗട്ട്സ്. കൺഗ്രാറ്റ്സ് എവ്രി വൺ. അദ്ദേഹം പറയാ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. PSG താരങ്ങൾക്ക് മാത്രമല്ല, ബയേണിൻ്റെ അടക്കം താരങ്ങൾക്ക് അദ്ദേഹം അഭിനന്ദനങ്ങൾ ചൊരിയുന്നു. കാരണം ഫുട്ബോളിൻ്റെ ഏറ്റവും മാസ്മരികമായിട്ടുള്ള ഒരു വശമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അദ്ദേഹം പറയുന്നു, ഇത്രത്തോളം ഇൻറ്റൻസിറ്റിയിൽ, ഈ ഫിസിക്കൽ ലെവലിൽ ഒരു കളി ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. വി ഡിസേർവ്ഡ് ടു വിൻ, വി ഡിസേർവ്ഡ് ടു ഡ്രോ ആൻഡ് വി ഡിസേർവ്ഡ് ടു ലൂസ് ടുഡേ. ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് ഗെയിം. ഇതിന് മുകളിൽ ഒരു റിവ്യൂവും പറയാനില്ല.